ഭാരത സംസ്കാരത്തെ തകർക്കാനാണ് ഇടത് പാർട്ടികളുടെ എല്ലാ കാലത്തെയും ലക്ഷ്യം. തെറ്റുതിരുത്താൻ ഒരിക്കലും CPM തയ്യാറല്ല. ആരുടെ വാക്കുകളാണിതെന്നറിയാമോ? CPM പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ചു വളർന്ന് നിലവിൽ ഹിന്ദു ഐക്യവേദിയിലേക്കെത്തിയ CPM നേതാവ് സമ്പത്തിന്റെ സഹോദരൻ കസ്തൂരി അനിരുദ്ധന്റെ വാക്കുകളാണിത്. CPM നേതാവ് സമ്പത്തിന്റെ സഹോദരൻ കസ്തൂരി അനിരുദ്ധൻ ഹിന്ദു ഐക്യവേദി തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനായി നിയമിക്കപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ്. CPM പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നും കസ്തൂരി ഹിന്ദു ഐക്യവേദിയിലേക്ക് എത്തിയതിന്റെ പേരിൽ CPMനെതിരെ സൈബറിടങ്ങളിൽ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. എന്നാൽ തന്റെ പിതാവിന്റെയും സഹോദരന്റെയും പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് തന്നെയാണ് അനിരുദ്ധൻ രംഗത്ത് വന്നിരിക്കുന്നത്. CPMനെതിരെ രൂക്ഷ വിമർശനമാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത്. ഭാരത സംസ്കാരത്തെ തകർക്കാനാണ് ഇടത് പാർട്ടികളുടെ എല്ലാ കാലത്തെയും ലക്ഷ്യമെന്നാണ് കസ്തൂരി അനിരുദ്ധൻ വ്യക്തമാക്കുന്നത്. തെറ്റുതിരുത്താൻ ഒരിക്കലും CPM തയ്യാറല്ല. ഇടത് സ്വീകരിക്കുന്ന സമീപനങ്ങൾക്ക് എതിരായ നിലപാട് സ്വീകരിക്കുന്ന സംഘടനയാണ് ഹിന്ദു ഐക്യവേദിയെന്നും കസ്തൂരി വ്യക്തമാക്കി. CPMന്റെ അഭിസംബോധന രീതികളെ പോലും കസ്തൂരി വിമർശിക്കുന്നുണ്ട്. സമൂഹത്തിൽ ഇറങ്ങിയ ആളുകളുമായി ഇടപഴകുമ്പോൾ സഖാവ് എന്നാണ് തന്നെ അഭിസംബോധന ചെയ്യുന്നത്. RSSന്റെയും സംഘപരിവാറിന്റെയും നേതൃപദവി വഹിക്കുന്നവർ ഒഴികെ എല്ലാവരും ഇത്തരത്തിലാണ് വിളിക്കുന്നത്. സഖാവ് എന്ന വാക്കിന് ഒരർത്ഥമുണ്ടെന്നും അത് മനസ്സിലാക്കാതെയാണ് ഇന്ന് കേരളത്തിൽ ഉപയോഗിക്കുന്നതെന്നും കസ്തൂരി ചൂണ്ടിക്കാട്ടുന്നു. വിഷ്ണു സഹസ്രനാമത്തിലെ ഒരു വാക്ക് സഖ എന്നാണ്. എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളവനെന്നും ഒരിക്കലും നമ്മളെ കൈവിടാത്തവൻ എന്നുമാണ് സഖ എന്ന വാക്ക് അർത്ഥമാക്കുന്നത്. ഹിന്ദുശാസ്ത്രപരമായി ദൈവികമായ വാക്കാണിത്. ഹിന്ദു ഐക്യവേദിയുടെ സാധാരണ പ്രവർത്തകനായി മാത്രമാണ് ഇതുവരെ പ്രവർത്തിച്ചിരുന്നത്. ശനിയാഴ്ചയാണ് അധ്യക്ഷനാക്കുമെന്ന വിവരം അറിഞ്ഞത്. അതിനാൽ തന്നെ അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്ന വിവരം സഹോദരൻ സമ്പത്തിനെ അറിയിക്കാൻ സാധിച്ചില്ല. അധ്യക്ഷനായ ശേഷം ആദ്യം വിളിച്ചത് സഹോദരനെയാണ്. വിവരം അറിഞ്ഞപ്പോൾ സഹോദരൻ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്തില്ല. അഭിപ്രായം ആവശ്യമെങ്കിൽ സഹോദരങ്ങൾ പരസ്പരം ചോദിക്കാറുണ്ടെന്നും കസ്തൂരി വ്യക്തമാക്കുന്നുണ്ട്. കോളേജ് കാലത്ത് SFIയിൽ സജീവമായിരുന്നെങ്കിലും പിന്നീട് ഇടത് ആഭിമുഖ്യം അവസാനിപ്പിച്ചെന്നും കസ്തൂരി ചാനൽ അഭിമുഖത്തിൽ അറിയിച്ചു. മുതിർന്ന CPM നേതാവ് അനിരുദ്ധന്റെ മകനും സമ്പത്തിന്റെ സഹോദരനുമായ കസ്തൂരി ഇന്നലെയാണ് ഹിന്ദു ഐക്യവേദി തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനായി ചുമതലയേൽക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ CPM കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച നേതാവായിരുന്നു അനിരുദ്ധൻ എന്നത് ചിന്തിക്കേണ്ട ഒന്നാണ്. അഭിവ്യക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗമായിരുന്നു അദ്ദേഹം. പാർട്ടി പിളർന്നപ്പോൾ CPMനൊപ്പം നിന്നു. 3 തവണ MLAയും 1 തവണ MP തിരുവനന്തപുരം ജില്ലാ കൗൺസിലിന്റെ പ്രഥമ പ്രസിഡന്റുമായിരുന്നു. മുഖ്യമന്ത്രിയായിരുന്ന ശങ്കറിനെതിരെ ജയിലിൽ കിടന്ന് മത്സരിച്ച് ജയിച്ച അനിരുദ്ധനെ ജയന്റ് കില്ലർ എന്നാണ് മാധ്യമങ്ങൾ അന്ന് വിശേഷിപ്പിച്ചത്. ദീർഘകാലം CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗമായും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായും അനിരുദ്ധൻ പ്രവർത്തിച്ചിരുന്നു. CITU ജില്ലാ പ്രസിഡന്റായും സംസ്ഥാന വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചു. CITU അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗവുമായിരുന്നു. പട്ടം താണുമുള്ള പഞ്ചാബ് ഗവർണറായതിനെ തുടർന്ന് 1963 നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച നിയമസഭാംഗമായി. 1965 ജയിലിൽ കിടന്നുകൊണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ച് മുഖ്യമന്ത്രിയായിരുന്ന ശങ്കറിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. 1967 വീണ്ടും ശങ്കറിനെ ചിറയൻകീഴിൽ പരാജയപ്പെടുത്തി. 1979 തിരുവനന്തപുരം ഈസ്റ്റ് മണ്ഡലത്തിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. 1980 തിരുവനന്തപുരം നോർത്ത് മണ്ഡലത്തിൽ നിന്ന് നിയമസഭാംഗമായി. 1989 തിരുവനന്തപുരം ജില്ലാ കൗൺസിലിംഗിന്റെ പ്രഥമ പ്രസിഡന്റായി. കേരളം, നവകേരളം, വിശ്വകേരളം എന്നീ പത്രങ്ങളുടെ എഡിറ്ററായി പ്രവർത്തിച്ചിട്ടുണ്ട്. മകൻ സമ്പത്തും പാർട്ടിയിൽ ഉന്നതങ്ങളിലെത്തി. ആറ്റിങ്ങൽ MP ആയിരുന്ന സമ്പത്ത് തിരഞ്ഞെടുപ്പ് തോൽവിയുടെ CPMൽ തഴയപ്പെടുകയാണുണ്ടായത്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കൂടെ നിൽക്കുന്നവരെ പോലും തഴയാൻ തയ്യാറാകുന്ന, ആത്മാർത്ഥതയുള്ളവരെ പോലും തഴയാൻ തയ്യാറാകുന്ന പാർട്ടി നേതൃത്വവും പിണറായി വിജയനും കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് അറിയുന്നില്ലെന്ന് തോന്നുന്നു. ഒന്നുകിൽ കൂടെ നിൽക്കുന്നവർ പൊട്ടന്മാരായിരിക്കണം, അല്ലെങ്കിൽ പൊട്ടന്മാരാക്കാൻ കഴിവുണ്ടാകണം. ഇതിപ്പോൾ സഖാക്കൾ പൊട്ടന്മാരാകുവാണോ അതോ പൊട്ടക്കിണറ്റിൽ തവളയാകുവാണോ എന്ന് തമ്പുരാനറിയാം.